ഇവിടെ ഇതാ H1B വിസ ഉപയോഗിക്കുന്നവരിൽ ഏതാണ്ട് 70% ആളുകൾ ഇന്ത്യൻ ജനതയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മിഥുൻ പറഞ്ഞതനുസരിച്ച് ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരു പക്ഷേ ഇന്ത്യയിലേക്ക് മടങ്ങി വരേണ്ട സാഹചര്യം ഉണ്ടാകാം. ഈ IT മേഖലയിൽ നിന്ന് അടക്കം ഇപ്പോൾ തന്നെ വലിയ ആശങ്കയുണ്ട്. വിപ്രോയും ഇൻഫോസിസും ഒക്കെ ആശങ്ക പങ്കുവെക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെയാണ് ട്രംപ് വളരെ പ്രധാനപ്പെട്ട കീ പോസ്റ്റുകളിലേക്ക് ഇന്ത്യൻ വംശജരെ അടക്കം നിയമിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പോളിസി അഡ്വൈസറായി ശ്രീരാം കൃഷ്ണനെയാണ് അദ്ദേഹം നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗത്ത് ഈ അനധികൃത കുടിയേറ്റം എന്ന് തന്നെ പറയുമ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടേണ്ട ഒന്നാണോ ഇപ്പോഴും? അതായത് ഇന്നിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 460 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും മെക്സിക്കൻ അതിർത്തിയിലേക്ക് 1500 സൈനികരെ അയച്ചു കഴിഞ്ഞു എന്നുള്ളതുമാണ് വിവരം. ശ്രീ അഭിലാഷ്, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് മെച്ചപ്പെട്ട അവസരങ്ങൾ തേടി പോകുന്നവരിൽ സിംഹഭാഗവും യഥാർത്ഥത്തിൽ യാത്രാരേഖകളുമായി പ്രോപ്പർ ചാനലിലൂടെ തന്നെയാണ് പോകുന്നത്. അതിൽ തന്നെ നല്ലൊരു ഭാഗം തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ് ഇങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെയും അമേരിക്ക എന്ന രാജ്യത്തെയും താങ്ങി നിർത്തുന്ന ബ്രെയിനാണ് യഥാർത്ഥത്തിൽ വിദേശത്ത് നിന്നും വരുന്ന ഈ ആളുകൾ. അതുകൊണ്ട് സ്വാഭാവികമായി അവർ കടന്നു വരുന്നതിനെ ട്രംപ് ഒരിക്കലും എതിർത്തിട്ടില്ല. നിയമവിധേയമായി അവരവിടെ എത്തുന്നു. അവരാണ് അമേരിക്കയ്ക്ക് ഊർജ്ജം നൽകുന്ന, അമേരിക്കൻ ഇക്കോണമിക്ക്, അമേരിക്കയുടെ മൊത്തം വ്യവസ്ഥയ്ക്ക് ഊർജ്ജം നൽകുന്നവർ. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരെടുത്തുമ്പോൾ H1B വിസക്കാരാകട്ടെ, അല്ലെങ്കിൽ താൽക്കാലിക ടൂറിസ്റ്റ് വിസയിൽ പോകുന്നവരാകട്ടെ, അല്ലെങ്കിൽ ആശ്രിത വിസ H4 വിസ, അത് ആശ്രിതർക്കുള്ള വിസയാണ്. ആ വിസയിൽ അമേരിക്കയിൽ എത്തുന്നവർ അവർ ഗ്രീൻ കാർഡ് കിട്ടുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവർക്ക് മക്കളുണ്ടാകുന്നു. അങ്ങനെ വന്നാൽ ആ ബർത്ത് റൈറ്റ് നിയമം അവിടെ ബാധകമാകുകയാണ്. അതായത് 14ാമത്തെ അമെൻമെന്റിലൂടെ, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 14th അമെൻമെന്റിലൂടെ ഇങ്ങനെ അമേരിക്കയിൽ ജനിച്ചു വീഴുന്ന ഒരാൾക്ക് മാത്രമേ ഒരാൾക്ക് സ്വാഭാവികമായി അമേരിക്കൻ പൗരനാകാൻ സാധിക്കും. അത് അപ്പനോ അമ്മയോ പിതാവോ മാതാവോ ആരെങ്കിലും ഒരാൾ അമേരിക്കൻ പൗരനായിരിക്കണം. അത് ന്യായമായൊരു ആവശ്യം തന്നെയാണത്. പക്ഷേ ആ ഒരു കാര്യം കർശനമായി ഇത്രയും കാലം പ്രാവർത്തികമാക്കിയിട്ടില്ല എന്നതിൻ്റെ പ്രധാന കാരണം ആ ഒരു 14th അമെൻമെൻറ്റ് കൊണ്ടുവന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ശ്രീ വിൻസെൻ്റ് പാലത്തെങ്കിൽ അത് പറയുകയും ചെയ്തു. അതായത് അതൊരു അടിമ വ്യവസ്ഥ ഉണ്ടായിരുന്നൊരു കാലത്തെ അടിമകളുടെ മക്കൾക്ക് അവിടെ പൗരത്വം ലഭിക്കണം എന്നതുകൊണ്ടാണ് ഒരു പുരോഗമനാശയം എന്ന നിലയിലാണ്. ഇപ്പോഴങ്ങനെയല്ല. മെച്ചപ്പെട്ട അവസരം തേടി പോകുക, അമേരിക്കയിലേക്ക് കുടിയേറണമെന്ന് നിർബന്ധമായി പോകുകയാണ്. അപ്പം ആ ഒരു ഇതിൽ അമേരിക്കയുടെ ഡെമോഗ്രാഫിക് ബാലൻസ് തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ വിദേശ കുടിയേറ്റം അമേരിക്കയെ ബാധിക്കുന്നു എന്നത് ട്രംപിൻ്റെ ഏറ്റവും വലിയ ആരോപണമായിരുന്നു. അതിൽ കുറച്ചൊക്കെ സത്യമുണ്ട് താനും. അതിന് ലഭിച്ച മാൻഡേറ്റ് ആണ്. അതുകൊണ്ട് ട്രംപിന് പ്രവർത്തിച്ചേ മതിയാകൂ. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഒരു ശരാശരി രാഷ്ട്രീയക്കാരനല്ല ഡൊണാൾഡ് ട്രംപ് എന്ന് മനസ്സിലാക്കണം. അദ്ദേഹം ഒരു ബിസിനസ് ടൈക്കൂണാണ്. അദ്ദേഹത്തിന് വേറിട്ട വഴികളാണ്. അദ്ദേഹം ഒരിക്കലും അപ്പോളജറ്റിക് അല്ല. നമ്മൾ ഇതുവരെ സംസാരിച്ച വിഷയം, ഈ വൈദിക ബിഷപ്പുമായി ബന്ധപ്പെട്ട വിഷയവും, ഒരു ശരാശരി രാഷ്ട്രീയക്കാരനാണെങ്കിൽ അദ്ദേഹം പൊളിറ്റിക്കലി കറക്റ്റായിട്ട് മാത്രമേ സംസാരിക്കൂ. ഒരു ബിഷപ്പിനെതിരെ ഒന്നും പെട്ടെന്ന് ഒരു പ്രതികരണമൊന്നും സാധാരണ ഒരു രാഷ്ട്രീയക്കാര് ഇന്ത്യയിൽ പോലും ഒരിക്കലും നടക്കില്ല. പക്ഷെ ട്രംപ് ആയതുകൊണ്ടാണ് അത് നടക്കുന്നത് എന്ന് ഓർക്കണം. അതുകൊണ്ട് ട്രംപ് പറയുന്നത് പ്രവർത്തിക്കുമെന്ന ഇമേജ് പാലിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് കുടിയേറ്റ വിഷയം വന്നപ്പോൾ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുമ്പോൾ ആ ഗ്രേറ്റ്നസ് ഈസ് ടു ബി ബിൽറ്റ് ബൈ ഓൺ പീപ്പിൾ, അമേരിക്കൻ പീപ്പിൾ എന്ന് പറഞ്ഞാൽ നാളെ കടന്നു വരാനിരിക്കുന്ന ആളുകളെ വെച്ചിട്ടല്ല അമേരിക്കയുടെ ഗ്രേറ്റ്നസ് കൊണ്ടുവരേണ്ടത് എന്ന ഒരു ചിന്തയാണ്. അതുകൊണ്ടാണ് അമേരിക്കയുടെ ഒരു ആഭ്യന്തര വ്യവസ്ഥയെ സ്റ്റേബിളായിട്ട് നിർത്താൻ ഈ കുടിയേറ്റത്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണല്ലോ അഭിലാഷിനോട് ചോദിച്ചത്. ഈ 18,000 പേരാണ്. അതൊരു ചെറിയ സംഖ്യയാണ്. 1,20,00,000 പേരോളമാണ് അനധികൃതമായി അമേരിക്കയിലേക്ക് എത്തിയതെന്ന് പറയുമ്പോൾ അതിൽ 18,000 എന്ന് പറയുന്ന ഒരു തുള്ളിയേ വരുന്നുള്ളൂ. അത് മാത്രമല്ല, ജയശങ്കറും വിദേശകാര്യമന്ത്രി ജയശങ്കർ ദിവസം നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറും അമേരിക്കയുടെ പുതിയ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോയും തമ്മിലുള്ള ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയം എന്ന് പറയുന്നത് പരമാവധി ഈ പ്രോസസ്സിനെ ഇന്ത്യ റെസിസ്റ്റ് ചെയ്യില്ല എന്നതാണ്. പക്ഷേ അതിന് പകരമായി കൺസെഷൻസ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നു. ട്രംപിന്റെ വ്യാപാര നയത്തിൽ ഉൾപ്പെടെയുള്ളതിൽ ഓരോ രാജ്യങ്ങളെയും വേറിട്ട് കാണുന്ന
ഒരു നയം, എക്രോസ് ദ ഫ്രോണ്ടിയർ ഒരു പോളിസി എന്നത് ഉണ്ട്. അതിന് പുറമെ ഇന്ത്യ നയം, പ്രത്യേകിച്ച് വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെയുള്ള നയത്തിൽ ചെറിയ കൺസെഷൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഇവിടെ റെസ്ട്രിക്റ്റ് ചെയ്ത് നിൽക്കുന്നില്ല. അതുകൊണ്ട് ഈ നിർബന്ധമായി കുടിയിറക്കം എന്നത് നിർബന്ധമായി ചെയ്യാനാവില്ല, അതിന് ശക്തി ഉപയോഗിക്കേണ്ടി വരും. ഒരു രാജ്യം വഴങ്ങിക്കൊടുക്കണം. മെക്സിക്കോയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ സംഘർഷമുണ്ടാകും. കാരണം അവിടെ ദശലക്ഷങ്ങളാണ് മെക്സിക്കോയിൽ നിന്നും കുടിയേറി വന്നവർ. അവർ തിരിച്ച് മെക്സിക്കോയിൽ ചെല്ലുമ്പോൾ ഉണ്ടാകാവുന്ന സംഘർഷപൂരിതമായ ഒരന്തരീക്ഷം, അത് അമേരിക്കയ്ക്ക് വലിയ ആശങ്കയാണ്. അമേരിക്കയ്ക്കല്ല, മെക്സിക്കോയ്ക്കും അമേരിക്കയ്ക്കും ആ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ തന്നെ ബന്ധങ്ങൾക്ക്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് പാനമയുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള വിഷയം. യുദ്ധമൊന്നും ഉണ്ടാകില്ല, കാരണം പാനമയ്ക്ക് യുദ്ധം ചെയ്യാൻ ഒരു സൈന്യമില്ല. 1000 പേര് മാത്രമുള്ള ഒരു ചെറിയ ലോ എൻഫോഴ്സ്മെന്റ് ഫോഴ്സ് മാത്രമാണ് പാനമയ്ക്ക്. പക്ഷേ പാനമയുടെ പിന്നിൽ അണിനിരക്കാൻ ചൈനയോ റഷ്യയോ മറ്റു രാജ്യങ്ങളോ ഒക്കെ തന്നെ വന്നാൽ ഒരുപക്ഷെ അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് സങ്കീർണ സംഘർഷം എത്താൻ പോവുകയാണ്. മധ്യപൗരസ്യ പ്രദേശത്തു നിന്നും ലോകത്തിൻ്റെ ശ്രദ്ധ ഒരുപക്ഷെ അമേരിക്കയുടെ, വടക്കൻ അമേരിക്കയ്ക്കും തെക്കൻ അമേരിക്കയ്ക്കും ഇടയിലുള്ള ആ ഇടനാഴിയിലേക്ക് ആ ഒരു എല്ലാ കണ്ണുകളും എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ വിശാലമായ അർത്ഥത്തിൽ മാത്രമേ നമുക്കിതിനെ കാണാനാവൂ.